2020 ജി കെ ആണ് ചലഞ്ചർ ആപ്പിൽ നിന്നാണ് ജി കെ ഉള്ളത്. 2020 ജനുവരി. ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ വാനിൽ ഏത് രാജ്യത്ത് ദുരന്ത നിവാരണത്തിനായിരുന്നു? മഡഗാസ്കർ. ഏത് രാജ്യം ഇന്ത്യ നടത്തുന്ന ഉന്നതതല ചർച്ചയാണ് ഗംഗ വോൾവോ ഡയലോഗ്? റഷ്യ. 2020 വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്? റാണി രാംപാൽ. വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ റാണി രാംപാൽ. ഇപ്പോഴത്തെ സംസ്ഥാന ലേബർ കമ്മീഷണർ, തൊഴിൽ കമ്മീഷണർ പ്രണവ് ജ്യോതിനാഥ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഗ്ല. ഓക്കെ, നമുക്കറിയാം നമ്മൾ ന്യൂ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ലയാണ്. 2020 ഹർഷവർദ്ധൻ ശൃംഗ്ല സെക്രട്ടറി ആയിരുന്നത്. ചെക്കിങ് ആയിട്ട് വിദേശ ക്ലബ്ബിൽ കളിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ഫുട്ബോളർ ബാലാദേവി. മോഹനാവടം നടന്ന ആദ്യ 48 മണിക്കൂറിനുള്ളിൽ ചികിത്സാ ചെലവ് വഹിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോൾഡൻ ഹവർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഗോൾഡൻ അവർ. ഇന്ത്യയിലെ മൂന്നാമത്തെ സ്വകാര്യ ട്രെയിൻ ഓടുന്ന പാതയാണ് ഇൻഡോർ വാരണാസി. മൂന്നാമത്തെ. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഹൈദരാബാദ്. പരിസ്ഥിതിയിലെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ടൈലർ പുരസ്കാരം 2020 നേടിയ ഇന്ത്യക്കാരനാണ് പവൻ സുഖ്ദേവ്. 2020 ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ അവാർഡ് നേടിയ ഇന്ത്യനാണ് സഞ്ജന കപൂർ. രഞ്ജി ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടിയ ഏക ക്രിക്കറ്റ് താരമാണ് രവി യാദവ്. ഖത്തറിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ താനി. 2019 വാക്കായി ഓക്സ്ഫോർഡ് ഹിന്ദി എഡിഷൻ തിരഞ്ഞെടുത്ത വാക്കാണ് സംവിധാൻ. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് മരിച്ച ബ്ലാക്ക് മാംബ എന്നറിയപ്പെടുന്ന ബാസ്കറ്റ്ബോൾ ഇതിഹാസമാണ് കോബി ബ്രയന്റ്. മികച്ച ഗാനത്തിന് ഉൾപ്പെടെ 2020 5 ഗ്രാമി അവാർഡുകൾ കരസ്ഥമാക്കിയത് ബില്ലി എലീഷ്. നാനോ ടെക്നോളജിയിലുള്ള മികവിന് 2020 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ടി പ്രദീപ്. യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകുന്നതോടെ യൂണിയനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 27. ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിർത്തലാക്കുന്നതിനുള്ള പ്രമേയം അടുത്തിടെ പാസാക്കിയ സംസ്ഥാന മന്ത്രിസഭയാണ് ആന്ധ്രാപ്രദേശ്. 2020 VKN പുരസ്കാരം ലഭിച്ചത് സക്രിയ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 5 ലക്ഷം റൺസ് തികയ്ക്കുന്ന ആദ്യ ടീം ഇംഗ്ലണ്ട്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? മീററ്റ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് ആരംഭിച്ച നഗരം ഭോപ്പാൽ. ഉറങ്ങാത്ത നഗരം എന്ന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ നഗരം മുംബൈ. ലോക ജനാധിപത്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം നോർവേ. വേൾഡ് ഡെമോക്രാറ്റിക് ഇൻഡെക്സ്. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കിരീടം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2020 ജനുവരി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച രാജ്യം ചൈന. ISROയുടെ ഗഗയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് വ്യോമമിത്ര. 2020 ലോക സാമ്പത്തിക ഫോറം ക്രിസ്റ്റൽ അവാർഡ് നേടിയ ഇന്ത്യൻ വനിത ദീപിക പദുക്കോൺ. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ജയർ ബോൾസനാരോ, ബ്രസീൽ പ്രസിഡന്റ് എന്നാണ്. 2020 ദേശീയ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി കേരളം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന ഹാഷ്ടാഗിൻ്റെ ഉപജ്ഞാതാവ് ക്രിസ് മെസ്സിന. സംസ്ഥാനത്ത് ആദ്യമായി പൊതുറോഡിനോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ട സൈക്കിൾ ട്രാക്ക് നിലവിൽ വന്നത് കോഴിക്കോട്. വൈക്കം സത്യാഗ്രഹ സ്മാരകം ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കോട്ടയം. ഇന്ത്യയുടെ പുതിയ ജനറൽ സർവേയർ ഓഫ് ഇന്ത്യ ഗിരീഷ് കുമാർ ആയിരുന്നു 2020. 2021 നവീൻ തോമറാണ് ഇന്ത്യയുടെ ജനറൽ സർവേയർ ഓഫ് ഇന്ത്യ. നവീൻ തോമർ. ഓസ്കാറിൻ്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന അവാർഡ് സാഗ് അവാർഡ്. ഓസ്കാറിൻ്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന അവാർഡാണ് സാഗ്. നവീൻ തോമർ. നൈസ്. ഓക്കെ. ഇന്ത്യയിൽ 3 തലസ്ഥാനങ്ങളുള്ള ഏക സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യത്തെ കായിക മാന്ത്രിക ഗ്രാമങ്ങൾ നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സുപ്രീം കോടതിയുടെ റോഡ് സേഫ്റ്റി കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഭയ് മനോഹർ സാഫ്രെ. റോഡ് സേഫ്റ്റി കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അഭയ് മനോഹർ സാഫ്രെ. ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ 2020 ലഭിച്ച വ്യക്തി കിരൺ മസുന്ദാർ ഷാ. ലോകത്തിലാകെ അവശേഷിക്കുന്ന വോളമൈ പന്മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയ. റഷ്യയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് മിഖായിൽ മിഷുസ്തിൻ. 2018-19 ജീവിരാജ പുരസ്കാരം നേടിയത്
2018-19 മുഹമ്മദ് അനസ് പി തുളസി. QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് ആദ്യമായി ഉപയോഗിക്കുന്ന തിരഞ്ഞെടുപ്പ് ഡൽഹി. 2020 സംസ്ഥാന സർക്കാരിൻ്റെ നിശാഗന്ധി പുരസ്കാരം നേടിയത് ഡോക്ടർ CV ചന്ദ്രശേഖർ. 2019 സരസ്വതി സമ്മാൻ പുരസ്കാരം കരസ്ഥമാക്കിയത് വസുദേവ് മോഹി. 2019 2020 തോപ്പിൽ രവി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രാജീവ് കുമാർ. മോഹൻ ബഗാൻ ഫുട്ബോൾ ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏത് ടീമിലാണ് ലയിച്ചത്? ATK അത്ലറ്റിക്കോ കൊൽക്കത്ത. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി കേരള പോലീസ് അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് മാലാഖ. ഇന്ത്യൻ ആർമി ദിന പരേഡിൽ സൈന്യത്തെ നയിക്കുന്ന ആദ്യ വനിതാ ആർമി ഓഫീസർ ക്യാപ്റ്റൻ താനിയ ഷെർഗിൽ. ഇന്ത്യയിൽ ആദ്യമായി H9N2 വൈറസ് ബാധ സ്ഥിരീകരിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിൽ നൂതനമായ മാർഗങ്ങൾ കൊണ്ടുവന്നതിന് 2020 സ്വച്ഛതാ ദർപ്പൺ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഒഡീഷ. 2019 മികച്ച ഏകദിന താരമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തിരഞ്ഞെടുത്ത കളിക്കാരൻ രോഹിത് ശർമ്മ. കേരളത്തിലെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡിജിറ്റൽ സർവകലാശാലയായി പ്രഖ്യാപിക്കുന്നത്? IIMTMK. ഐ തിങ്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി, കോഴിക്കോടാണെന്ന് തോന്നുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. 2020 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം കേരളം. 2020 ക്രോസ് വേർഡ് ബുക്സ് അവാർഡ് കരസ്ഥമാക്കിയത് N. പ്രഭാകരൻ. ക്രോസ് വേർഡ് ബുക്സ് അവാർഡ് N. പ്രഭാകരൻ. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് മൈക്കിൾ ദേബാബ്രത പത്ര. ഇപ്പോൾ RBIക്ക് ഗവർണർ കൂടാതെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സാണ് ഉള്ളത്. സോ ഗവർണർ നമുക്കറിയാം ശക്തികാന്ത ദാസാണ് ഇപ്പോഴത്തെ. അതുകൂടാതെ ഇപ്പോൾ പറഞ്ഞ ദേബാബ്രത പത്ര, പിന്നെ മഹേഷ് കുമാർ ജെയിൻ, M. രാജേശ്വർ റാവ്, പിന്നെ T. രവിശങ്കർ. ഇവരൊക്കെയാണ് ഡെപ്യൂട്ടി ഗവർണേഴ്സ്. പൗരത്വ നിയമം റദ്ദാക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി സ്ഫോടനത്തോടെ തകർക്കപ്പെട്ട ഫ്ലാറ്റ് ഹോളി ഫെയ്ത്ത് H2O. കോർപ്പറേറ്റ് ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കമ്പനികളുടെ ചെയർമാൻ MD പദവികൾ വേർപെടുത്തണമെന്ന് നിർദ്ദേശിച്ച സമിതിയാണ് ഉദയ് കോട്ടക് സമിതി. 150 വർഷം പിന്നിട്ട കൊൽക്കത്ത തുറമുഖത്തിൻ്റെ പുതിയ പേര് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. ഇപ്പോൾ വാർത്തകളിൽ കാണുന്ന ഷോപ്പർ താഴെ കൊടുത്തവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറ്റ്സ് എ മാൽവെയർ. ചരിത്രത്തിൽ ആദ്യമായി ഏത് വനിതയുടെ പേരാണ് ബഹിരാകാശ നിലയത്തിന് നൽകുന്നത്? വേര റൂബിൻ. CRPFൻ്റെ പുതിയ മേധാവി AP മഹേശ്വരി. ഡോക്ടർ AP മഹേശ്വരി ആയിരുന്നു CRPF ഡയറക്ടർ ജനറൽ എങ്കിലും കുൽദീപ് സിംഗ് ആണ് ഇപ്പോഴത്തെ കറൻറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് CRPF. കുൽദീപ് സിംഗ്. പ്രഥമ ATP കപ്പ് നേടിയതാര്? സെർബിയ. മോഷണശ്രമം തത്സമയം കണ്ടെത്താൻ രാജ്യത്ത് ആദ്യമായി CIM സിസ്റ്റം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒമാൻ സുൽത്താനായി കാബൂസിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഹൈതം ബിൻ താരിഖ് ബിൻ തൈമൂർ ബിൻ സയ്യിദ്. 2018-19 സീസണിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള BCCIയുടെ പോളി ഉമഗ്രിഗർ ട്രോഫി നേടിയതാര്? ജസ്പ്രീത് ബുംറ. ഇൻ്റർനെറ്റിലൂടെ അഭിപ്രായ പ്രകടനവും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 19. ട്രാൻസ്ജെൻഡറുകൾക്കായി LGBT അദാലത്ത് നടത്തിയ ആദ്യ സംസ്ഥാനം കേരളം. ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയായ നാഡ 2020 വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ ഭാരോദ്വഹന താരം സരബ്ജീത് കൗർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയാണ് കാസർഗോഡ്. ഇൻ്റർനാഷണൽ ഹ്യൂമൻ പീസ് സർവകലാശാല ഓണറി ഡോക്ടറേറ്റ് നൽകിയ കേരളത്തിലെ ആദ്യ വനിതാ ബീറ്റ് ബോക്സർ ആർദ്ര സാജൻ. മരട് ഫ്ലാറ്റ് പൊളിക്കാൻ സർക്കാർ ഏർപ്പെടുത്തിയ ഏജൻസിയാണ് വിജയ് സ്റ്റീൽസ് എഡിഫൈസ് എഞ്ചിനീയറിംഗ് എന്ന 2 വിജയ് സ്റ്റീൽസ് എഡിഫൈസ് എഞ്ചിനീയറിംഗ്. ഇപ്പോൾ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എറണാകുളം മരടിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന 4 ഫ്ലാറ്റുകളാണ് പൊളിച്ചത്. H2O, ഹോളി ഫെയ്ത്ത്, നെട്ടൂർ ആൽഫ സെറീസിൻ്റെ ഇരട്ട കെട്ടിടങ്ങൾ, ഗോൾഡൻ കായലോരം, ജെയിൻ കോറൽ കോവ് എന്നിവയാണ് ഫ്ലാറ്റുകളാണ് പൊളിച്ചത്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ സുരേഷ് ചന്ദ്ര ശർമ്മ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ വിരാട് കോഹ്ലി. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ബർമിംഗ്ഹാം.
അമേരിക്കയിലെ ഭാഷാ വിദഗ്ധർ നൂറ്റാണ്ടിലെ വാക്ക് എന്ന പേരിൽ തിരഞ്ഞെടുത്ത വാക്ക് ദേ. സോ ഇൻ സെഞ്ചുറീസ് വേർഡ് ഈസ് ദേ. We can clearly see Birmingham is a city in England. സോ ഇംഗ്ലണ്ടിൽ വെച്ചാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. അമേരിക്കയിലെ ഭാഷാ വിദഗ്ധർ നൂറ്റാണ്ടിലെ വാക്ക് ദേ. 2019 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് എൻ പ്രഭാകരൻ. അദ്ദേഹത്തിൻ്റെ കൃതി ആയ മായാ മനുഷ്യനാണ് ഓടക്കുഴൽ അവാർഡ്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. യുഎസിനെയും പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗണിനെയും ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഇറാൻ. സഹകരണ മേഖലയിലെ ആദ്യ ചെറു ബാങ്കായി റിസർവ് ബാങ്ക് ലൈസൻസ് ലഭിച്ചത് ശിവാലിക് ബാങ്ക്. സോ ശിവാലിക് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് നോയിഡയാണ്. നോയിഡ നമുക്കറിയാം ഉത്തർപ്രദേശിലാണ്. ഫരീദാബാദും ഉത്തർപ്രദേശിലാണ്. ഗാസിയാബാദും ഉത്തർപ്രദേശിലാണ്. വൈദ്യുത എയർ ടാക്സി നിർമ്മിക്കുന്നതിനായി ഹുണ്ടായി കാർ നിർമ്മാതാക്കളുടെ കരാറിലേർപ്പെട്ട കമ്പനിയാണ് ഊബർ. ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകാനുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ നിലവിൽ സംസ്ഥാനം കർണാടക. 2020 മികച്ച സിനിമയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് 1917 സാം മെൻഡിസ് സംവിധാനം ചെയ്തു. ഖേലോ ഇന്ത്യയുടെ ഭാഗമായി കേരളത്തിൽ എവിടെയാണ് പുതിയ സൈക്ലിംഗ് അക്കാദമി തുടങ്ങാൻ കേന്ദ്രം അനുമതി നൽകിയത്? ട്രിവാൻഡ്രം. ദ കുക്കൂസ് നെസ്റ്റ് ഏത് മലയാളി എഴുത്തുകാരൻ്റെ ആദ്യ ഇംഗ്ലീഷ് നോവലാണ്? സേതു. യുദ്ധകാഹളമായി ഇറാൻ ഏത് നിറമുള്ള കൊടിയാണ് ജംഗാരൻ പള്ളിക്ക് മുകളിൽ ഉയർത്തിയത്? ചെങ്കൊടി, റെഡ് ഫ്ലാഗ്. 100% ഉത്തരവാദിത്ത ടൂറിസം നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമാരകം, റെസ്പോൺസിബിലിറ്റി ടൂറിസം. സംസ്ഥാന സർക്കാരുകൾ നേരിട്ട് നടത്തുന്ന ലോട്ടറികളുടെ GST നികുതി എത്ര ശതമാനമായാണ് ഉയർത്തിയത്? 28%. 77th ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച നടൻ ജോക്കിൻ ഫിനിക്സ്, സിനിമ ജോക്കർ. മികച്ച നടി റെനി സെൽവഗർ, മൂവി ജൂഡി. മികച്ച ചിത്രം ഡ്രാമ 1917 ബൈ സാം മെൻഡിസ്. സോ ഹോളിവുഡ് ഫോറിൻ പ്രസ് അസോസിയേഷൻ ആണ് ഇത് നൽകുന്നത്. മൂവി ടെലിവിഷൻ രംഗത്തുള്ള അവാർഡാണ്. 2020 ഇത് പ്രഖ്യാപിച്ചത്. കേരള ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകി ആദരിച്ച യൂണിവേഴ്സിറ്റി? മോൾഡോവ ദേശീയ മെഡിക്കൽ യൂണിവേഴ്സിറ്റി രാജ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം? കേരളം. 2020 മോഷൻ പിക്ചർ വിഭാഗത്തിൽ മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ജോക്കൻ ഫിനിക്സ്. കൊച്ചി മെട്രോയുടെ ഔദ്യോഗിക ചിഹ്നമായ ആനയുടെ പേര്? മിലു. പുതുവത്സര ദിനത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ ജനനം രേഖപ്പെടുത്തിയ രാജ്യം? ഇന്ത്യ. അടുത്തിടെ അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ്റെ രഹസ്യസേനാ തലവൻ ഖാസിം സുലൈമാനി. ലായ് ഹരാബ ഏത് വിഭാഗക്കാരുടെ പ്രധാന ഉത്സവമാണ്? മെയ്തി. ഇന്ത്യൻ റിച്വലിസ്റ്റിക് ഫെസ്റ്റിവൽ. ഓക്കെ. മെയ്തീസ് എന്ന ജനവിഭാഗമാണ്. മണിപ്പൂരിലുള്ള മെയ്തീസ് ആണ് ഈ ഒരു ആഘോഷം നടത്തുന്നത്. 2020 നിർമ്മിത ബുദ്ധി വർഷമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇയറായിട്ട് ആചരിക്കുന്ന സംസ്ഥാനം? തെലങ്കാന. പുതിയ മന്ത്രിസഭാ തീരുമാനപ്രകാരം ചെയർമാൻ അടക്കം റെയിൽവേ ബോർഡ് അംഗസംഖ്യ 5. 2020 എന്ത് വർഷമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? സസ്യാരോഗ്യ വർഷം. 2020 സസ്യാരോഗ്യ വർഷം. സുനീത് ശർമ്മയാണ് കറൻറ്റ് റെയിൽവേ ചെയർമാൻ. ഇപ്പോൾ റെയിൽവേയിൽ ചെയർമാൻ അടക്കം 5 മെമ്പേഴ്സ്. കേരളത്തിൻ്റെ മുൻ ഗവർണർ ആയിരുന്ന വ്യക്തി അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് TN ചതുർവേദി, ഇപ്പോഴത്തെ ആരിഫ് ഖാൻ. അയോധ്യ വിധി നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ? ഗ്യാനേഷ് കുമാർ. 2020 കേരള സംഗീത നാടക അക്കാദമിയുടെ അമ്മന്നൂർ പുരസ്കാരം നേടിയത് ശാന്ത ഗോഖലെ. ഹെർമൻ ഗുഡറിൻ്റെ ചരിത്രരേഖകൾ ഡിജിറ്റലാക്കിയ ജർമ്മൻ പ്രൊഫസർ ഡോക്ടർ ഹൈക്കെ ഊബർലിൻ. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ എത്രാമത് ചരമവാർഷികമാണ് 2020 ആചരിക്കുന്നത്? 150. റെയിൽവേയുടെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒറ്റ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 139 139. 2020 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി? ബാംഗ്ലൂരു. ATP കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ആരംഭിച്ച ഒരു ടെന്നീസ് ടീം ഇവൻ്റാണ് ATP കപ്പ്. ഹാർഡ് കോർട്ട് കളിക്കുന്ന ഇതിൻ്റെ പ്രധാന ലൊക്കേഷൻ ഓസ്ട്രേലിയയാണ്. 24 ടീമുകളും പങ്കെടുത്തതിൽ ഇപ്പോഴത്തെ ചാമ്പ്യൻ റഷ്യ ആണ്. റഷ്യൻസ്.
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വയോമധുരം. റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനായി ISROയുടെ പുതിയ വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? തൂത്തുക്കുടി. വായുവിൽ നിന്ന് നേരിട്ട് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് മേഘദൂത് പദ്ധതി. ദേശീയ സീനിയർ വനിതാ വോളിബോൾ വിഭാഗത്തിൽ കിരീടം നേടിയ സംസ്ഥാനമാണ് കേരളം, തുടർച്ചയായി 2ാം തവണ. ലോക കേരള സഭയുടെ 2ാം സമ്മേളന വേദി തിരുവനന്തപുരം. CBICയുടെ ചെയർമാനായി നിയമിതനായ മലയാളി ഡോക്ടർ ജോൺ ജോസഫ്. പക്ഷേ 2020 ഫെബ്രുവരി തൊട്ട് ഡോക്ടർ അജിത് കുമാർ ആണ് CBIC ചെയർമാൻ. നോട്ട് CBCI, CBIC, which means Central Board of Indirect Taxes and Customs. സോ CBICയുടെ കറണ്ട് ചെയർമാൻ മിസ്റ്റർ ഡോക്ടർ അജിത് കുമാർ ആണ്. അതിനു മുമ്പ് മലയാളിയായ ജോൺ ജോസഫ് ആയിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗയാൻ ദൗത്യത്തിന് ഏത് സംഘടന നിന്നാണ് 4 പേരെ തിരഞ്ഞെടുത്തത്? 4 പേര്. ഇന്ത്യൻ വ്യോമസേന. 2020 മുതൽ വില്യം രാജകുമാരൻ ആരംഭിച്ച എർത്ത് ഷോട്ട് പ്രൈസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. ഇന്ത്യയിൽ ആദ്യമായി ഹിമപ്പുലിയുടെ സർവേ നടക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. പുതിയ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സർവകലാശാല നിലവിലുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ലോകത്തെ ആദ്യത്തെ സൗരോർജ്ജ ക്രിക്കറ്റ് സ്റ്റേഡിയം ചിന്നസ്വാമി സ്റ്റേഡിയം. ലോകത്തെ ആദ്യത്തെ സൗരോർജ്ജ ക്രിക്കറ്റ് സ്റ്റേഡിയം ചിന്നസ്വാമി സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സർവകലാശാല നിലവിലുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. വിവാഹ രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വിവാഹിതരാകുന്ന യുവതികൾക്ക് 10 ഗ്രാം സ്വർണം നൽകുന്ന പദ്ധതി തുടങ്ങിയ സംസ്ഥാനം ആസാം. 6 ഭൂഖണ്ഡങ്ങളിൽ കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത പൂർണ്ണ മാളവത്ത്. 2019 ഏറ്റവും പ്രശസ്തയായ കൗമാരക്കാരിയായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച വ്യക്തി മലാല യൂസുഫ്സായി. ലോകത്തിലെ ആദ്യ സൗരോർജ്ജ ക്രിക്കറ്റ് സ്റ്റേഡിയം ചിന്നസ്വാമി സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സർവകലാശാല നിലവിലുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 2020 മുതൽ വില്യം രാജകുമാരൻ ആരംഭിച്ച എർത്ത് ഷോട്ട് പ്രൈസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. 2020 മുതൽ 2030 വരെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും ഈ അവാർഡ് സമ്മാനിക്കും. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗയാൻ ദൗത്യത്തിന് ഏത് സംഘടനയിൽ നിന്നാണ് 4 പേരെ തിരഞ്ഞെടുത്തത്? ഇന്ത്യൻ വ്യോമസേന. ഇവരുടെ പരിശീലനം 2020 ജനുവരി അവസാനം റഷ്യയിൽ ആരംഭിക്കും. 2022 ഗഗയാൻ ദൗത്യം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവാഹ രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ വിവാഹിതരാകുന്ന യുവതികൾക്ക് 10 ഗ്രാം സ്വർണം നൽകുന്ന പദ്ധതി തുടങ്ങുന്ന സംസ്ഥാനം ആസാം. അരുന്ധതി സ്വർണ്ണ യോജന എന്നാണ് പദ്ധതിയുടെ പേര്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഹിമപ്പുലിയുടെ സർവേ എടുക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സെക്യൂർ ഹിമാലയ എന്ന പദ്ധതിയുടെ കീഴിലാണ് ആദ്യ ഹിമപ്പുലി സർവേ ഉത്തരാഖണ്ഡിൽ എടുക്കുന്നത്. നന്ദാദേവി ബയോസ്ഫിയർ, ഗംഗോത്രി ദേശീയോദ്യാനം, അസ്കോട്ട് വന്യജീവി സങ്കേതം എന്നിവിടങ്ങളിലാണ് ഹിമപ്പുലിയെ കാണുന്നത്. അസ്കോട്ട്. പുതിയ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശ്രിംഗ്ല. 2020 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി ബംഗളൂരു. കൽക്കട്ട ആസ്ഥാനമായി 1914 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ 107ാമത് ബാംഗ്ലൂരിലാണ് നടക്കുന്നത്. അഗ്രികൾച്ചർ സയൻസ് യൂണിവേഴ്സിറ്റിയിലാണ് 107ാമത് സയൻസ് കോൺഗ്രസ് നടക്കുന്നത്. അടുത്തിടെ അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ്റെ രഹസ്യസേനാ തലവൻ ഖാസിം സുലൈമാനി
ഇറാൻ സായുധസേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ രഹസ്യസേനയായ ഖുദ്സിൻ്റെ തലവനായിരുന്നു ഖാസിം സുലൈമാനി. റെയിൽവേയുടെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നുള്ള ഒറ്റ ഹെൽപ്പ് ലൈൻ നമ്പർ 139 139. പോലീസ് സഹായങ്ങൾക്ക് 182 എന്ന നമ്പർ നിലനിർത്തി 182. വായിൽ നിന്ന് നേരിട്ട് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് മേഘദൂത് പദ്ധതി. അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റുന്ന പദ്ധതി പാലക്കാട് ഡിവിഷൻ ഓഫീസിലും വടവന്നൂർ കൗണ്ടത്തറ ഗേറ്റിലും തുടക്കമിട്ടു. ജലക്ഷാമമുള്ളതുകൊണ്ട്. ചാവറ കുര്യാക്കോസ് ഏലിയാസിൻ്റെ അച്ഛൻ്റെ എത്രാമത് ചരമവാർഷികമാണ് 2020 ആചരിക്കുന്നത്? 150. 1846 മാനാനത്ത് സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് ചാവറ അച്ഛൻ്റെ മികച്ച പ്രവർത്തനങ്ങളിലൊന്നാണ്. ആയുധവിധി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ? ഗ്യാനേഷ് കുമാർ. ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വയോമധുരം. 60 വയസ്സോ അതിനു മുകളിലോ പ്രായം ഉള്ളവർക്ക്. ഹെർമൻ ഗുഡാർട്ടിൻ്റെ ചരിത്രരേഖകൾ ഡിജിറ്റലാക്കിയ ജർമ്മൻ പ്രൊഫസറാണ് ഡോക്ടർ ഹെക്കെ ഊബർലിൻ. So he is an Indology professor from Germany. ഗുഡാർട്ടിൻ്റെ മലയാളം നിഘണ്ടു നിരവധി കുറിപ്പുകൾ. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം ഡിജിറ്റലാക്കി. ATP കപ്പ് ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2020 തുടങ്ങുന്ന പുരുഷ വിഭാഗം ടൂർണമെൻറ്റിൻ്റെ വേദി ഓസ്ട്രേലിയയാണ്. ഡേവിസ് കപ്പിനും ലേവർ കപ്പിനും ശേഷം പുരുഷ വിഭാഗത്തിലെ മൂന്നാമത്തെ ടീം ചാമ്പ്യൻഷിപ്പാണ് ATP കപ്പ്. 107 കോടി രൂപയോളം സമ്മാനം. അപ്പോൾ പുരുഷ വിഭാഗത്തിലെ മൂന്നാമത്തെ ചാമ്പ്യൻഷിപ്പ് ഡേവിസ് കപ്പിനും ലേവർ കപ്പിനും ശേഷം. ചെറു റോക്കറ്റുകളുടെ വിക്ഷേപണത്തിന് ISROയുടെ പുതിയ വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? തൂത്തുക്കുടി. ശ്രീഹരിക്കോട്ടയാണ് മെയിൻ വിക്ഷേപണ കേന്ദ്രം. 2020 കേരള സംഗീത നാടക അക്കാദമിയുടെ അമ്മന്നൂർ പുരസ്കാരം നേടിയതാര്? അമ്മന്നൂർ പുരസ്കാരം ശാന്ത ഗോഖലെ. 2010 പ്രഥമ അമ്മന്നൂർ പുരസ്കാരം ബാദൽ സർക്കാരിനാണ് ലഭിച്ചത്. ശാന്ത ഗോഖലെ ഒരു നാടക നിരൂപകർ. ഖേലോ ഇന്ത്യയുടെ ഭാഗമായി കേരളത്തിൽ എവിടെയാണ് പുതിയ സൈക്ലിംഗ് അക്കാദമി തുടങ്ങാൻ കേന്ദ്രം അനുമതി നൽകിയത്? തിരുവനന്തപുരം. US-നെയും പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗണിനെയും ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യം? ഇറാൻ. ദ കുക്കൂസ് നെസ്റ്റ് ഏത് മലയാളി എഴുത്തുകാരൻ്റെ ആദ്യ ഇംഗ്ലീഷ് നോവലാണ്? M. മുകുന്ദൻ. സേതു. ഇപ്പോൾ കന്യാസ്ത്രീ കുപ്പായം ഊരിവെച്ച് സാമൂഹിക പ്രവൃത്തിയായി തീർന്ന അഗാധയുടെ കഥയാണ് ദ കുക്കൂസ് നെസ്റ്റ്. വെരി നോസ്റ്റാൾജിക്. 100% ഉത്തരവാദിത്ത ടൂറിസം നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം. 2020 മോഷൻ പിക്ചർ വിഭാഗത്തിൽ മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ജോവാക്വിൻ ഫീനിക്സ്. നിർമ്മിത ബുദ്ധി വർഷമായി ആചരിക്കുന്ന സംസ്ഥാനം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്. തെലങ്കാന. പുതുവത്സര ദിനത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ ജനനം രേഖപ്പെടുത്തിയ രാജ്യം? ഇന്ത്യ.
ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഓറിയന്റ് ചെസ് മൂവ്സ് എന്നൊരു കൂട്ടായ്മ വിച്ച് ഇൻക്ലൂഡ് NR അനിൽകുമാർ, P മനോജ് കുമാർ, ജോ പറപ്പള്ളി തുടങ്ങിയ കുറേ ചെസ് കളിക്കാർക്ക് ചെസ് മൂവ്സ്, ഓറിയന്റ് ചെസ് മൂവ്സ് ആണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾ നേരിട്ട് നടത്തുന്ന ലോട്ടറികളുടെ GST നികുതി എത്ര ശതമാനമാണ് ഉയർത്തിയത്? 28%. സംസ്ഥാന ലോട്ടറികൾക്ക് നിലവിൽ 12% ആയിരുന്നു, ഇപ്പോൾ അത് 28% ലായ് ഹരാബോ ഏത് വിഭാഗക്കാരുടെ പ്രധാന ഉത്സവമാണ്? മണിപ്പൂരിലെ മെയ്തി വിഭാഗക്കാരുടെ. പക്ഷെ ഇപ്രാവശ്യത്തെ ലായ് ഹരാബോ ഉത്സവം നടക്കുന്നത് ത്രിപുരയിലാണ്. ലായ് ഹരാബോ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ ഉല്ലാസം എന്നാണ്. അമേരിക്കയിലെ ഭാഷാ വിദഗ്ധർ നൂറ്റാണ്ടിലെ വാക്കെന്ന പേര് തിരഞ്ഞെടുത്ത വാക്ക് ദേ. സഹകരണ മേഖലയിലെ ആദ്യത്തെ ചെറുബാങ്കായി റിസർവ് ബാങ്ക് ലൈസൻസ് ലഭിച്ചതാർക്ക്? ശിവാലി ബാങ്ക് ഫ്രം ഉത്തർപ്രദേശ്, നോയിഡ. സോ ചെറുധനകാര്യ ബാങ്ക്, സ്മാൾ ടൈം ഫൈനാൻസ് ബാങ്ക്, ഇതിന് 1.5 വർഷം റിസർവ് ബാങ്കിൻ്റെ നിബന്ധനകൾ പൂർണ്ണമായി ബാങ്ക് പാലിക്കണം. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ബർമിംഗ്ഹാം, ലണ്ടൻ. ജൂലൈ ടു ആഗസ്റ്റ് 2022. ദ കുക്കൂസ് നെസ്റ്റ് ഏത് മലയാളി എഴുത്തുകാരൻ്റെ കൃതിയാണ്? സേതു. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് അഗാധ. ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ സുരേഷ് ചന്ദ്ര ശർമ്മ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നതിന് പകരമായി 2019 ഒക്ടോബർ 14 നിലവിൽ വന്നതാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ. 2019 ഒക്ടോബർ 14. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ വിരാട് കോഹ്ലി. 2020 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് തികയ്ക്കുന്ന ക്യാപ്റ്റൻ ഇസ് ആൾസോ വിരാട് കോഹ്ലി. വൈദ്യുത എയർ ടാക്സി നിർമ്മിക്കുന്നതിനായി ഹുണ്ടായ് കാർ നിർമ്മാതാക്കൾ കരാറിലേർപ്പെട്ട കമ്പനി ഊബർ. ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ടാക്സി കമ്പനിയാണ് ഊബർ. 2019 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് N പ്രഭാകരനാണ്. ഓടക്കുഴൽ അവാർഡ്. മഹാകവി G ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് 2019 ഓടക്കുഴൽ അവാർഡ് ആണ് കഥാകൃത്തായ N പ്രഭാകരൻ ലഭിച്ചത്. മായാമനുഷ്യൻ എന്ന കൃതിക്ക് 30,000 രൂപയാണ് സമ്മാനം. ട്രാൻസ്ജെൻഡറുകൾക്കായി അദാലത്ത് നടത്തിയ ആദ്യ സംസ്ഥാനം കേരളം. രണ്ടായിരത്തി 2018 EV രാമകൃഷ്ണനായിരുന്നു ഓടക്കുഴൽ അവാർഡ്. ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകാനുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം കർണാടക. കർണാടകയിലെ ചിത്രദുർഗ് ജില്ലയിലെ ചെല്ലക്കരയിൽ 400 ഏക്കറിലാണ്. ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയായ നാഡ 2020 വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ ഭാരോദ്വഹന താരമാണ് സരബ്ജിത്ത് കൗർ. (2019) 71 കിലോഗ്രാം വിഭാഗത്തിലെ ദേശീയ ചാമ്പ്യനായിരുന്നു സരബ്ജിത്ത് കൗർ. കോർപ്പറേറ്റ് ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കമ്പനികളുടെ ചെയർമാൻ MD പദവികൾ വേർപെടുത്തണമെന്ന് നിർദ്ദേശിച്ച സമിതി ഉദയ് കട്ടക് സമിതി. കൊട്ടക് വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാന 500 കമ്പനി 213 എണ്ണത്തിൽ ചെയർമാൻ MD പദവികൾ വഹിക്കുന്ന ഒരേ ആൾ തന്നെയാണ്. ഈ പദവികൾ വേർപെടുത്താൻ സെബി നൽകിയ അവസാന തീയതി 2020 ഏപ്രിൽ 1. മോഷണശ്രമം തത്സമയം കണ്ടെത്തേണ്ട രാജ്യത്ത് ആദ്യമായി CIM സിസ്റ്റം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം.
സെൻട്രൽ ഇൻട്രൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ് ഈ സംവിധാനം അറിയപ്പെടുന്നത്. മോഷണശ്രമം നടന്ന 7 സെക്കൻഡിനുള്ളിൽ പോലീസ് വിവരം ലഭിക്കും. കേരള പോലീസും കെൽട്രോണുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. ദ കുക്കൂസ് നെസ്റ്റ് ഏത് മലയാളി എഴുത്തുകാരൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് നോവലാണ്? സേതു. 2018-19 സീസണിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിലുള്ള BCCIയുടെ പോളി ഉമഗ്ര ട്രോഫി നേടിയത് ജസ്പ്രീത് ബുംറ. 15 ലക്ഷം രൂപയാണ് സമ്മാനം. ദിലീപ് സർദേശായി പുരസ്കാരവും ഉംറയ്ക്ക് ലഭിച്ചു. ഇൻ്റർനാഷണൽ ഹ്യൂമൻ പീസ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകിയ കേരളത്തിലെ ആദ്യ വനിതാ ബീറ്റ് ബോക്സറാണ് ആർദ്ര സാജൻ. 150 വർഷം പിന്നിട്ട് കൊൽക്കത്ത തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. നരേന്ദ്രമോദിയാണ് 2020 പേരുമാറ്റം നടത്തിയത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണവിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ്. $28,230 കർഷകർ വിള ഇൻഷുറൻസിൻ്റെ ഭാഗമായി. ഇൻ്റർനെറ്റിലൂടെ അഭിപ്രായ പ്രകടനം ആവിഷ്കാരത്തിലുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 19. പ്രഥമ ATP കപ്പ് നേടിയത് സെർബിയ. സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് സ്പെയിനിൻ്റെ റാഫേൽ നദാലിനെ ഫൈനലിൽ തോൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒമാൻ സുൽത്താനായ കാബൂസിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഹൈതം ബിൻ താരിഖ് ബിൻ തൈമൂർ ബിൻ സയ്യിദ്. അറബ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലുള്ള വ്യക്തിയാണ് സുൽത്താൻ കാബൂസ്. മർഡർ ഫ്ലാറ്റ് പൊളിക്കാൻ സർക്കാർ ഏർപ്പെടുത്തിയ ഏജൻസി വിജയ് സ്റ്റീൽസ് ആൻഡ് എഡിഫൈസ് എഞ്ചിനീയറിംഗ്. ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ്വേഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരനാണ് N. പ്രഭാകരൻ. മലയാളി ഭ്രാന്തന് ഡയറി എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. ജയശ്രീ കളത്തിലാണ് ഡയറി ഓഫ് എ മലയാളി മാഡ്മാൻ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജയശ്രീ കളത്തിൽ N. പ്രഭാകരൻ മലയാളി ഭ്രാന്തൻ്റെ ഡയറി. 2020 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം കേരളം. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിൽ നൂതനമായ മാർഗ്ഗങ്ങൾ കൊണ്ടുവന്നതിന് 2020 സ്വച്ഛതാ ദർപ്പൺ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഒഡീഷ. ചരിത്രത്തിൽ ആദ്യമായി ഏത് വനിതയുടെ പേരാണ് ബഹിരാകാശ നിലയത്തിന് നൽകിയത്? വേര റൂബിൻ. 2021 പ്രവർത്തന ആരംഭിച്ച അമേരിക്കയുടെ ബഹിരാകാശ നിലയത്തിനാണ് വേര റൂബിൻ്റെ പേര് നൽകിയത്. താരാപഥങ്ങളുടെ ഭ്രമണ നിരകളെക്കുറിച്ച് ആഴത്തിൽ ഗവേഷണം നടത്തിയ ഒരു അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞയാണ് വേര റൂബിൻ. ഐ തിങ്ക് ഷീസ് എ ബ്ലാക്ക് വുമൺ. ഒഡീഷയിലെ പൂരി ജില്ലയ്ക്കാണ് പ്ലാസ്റ്റിക്കിൻ്റെ അവാർഡ് കിട്ടിയത്, പ്ലാസ്റ്റിക് വിമുക്തതയുടെ. ഇപ്പോൾ വാർത്തകളിൽ കാണുന്ന ഷോപ്പർ താഴെ കൊടുത്തപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? മാൽവെയർ. ഇന്ത്യയിൽ ആദ്യമായി സ്പോൺസർ തുറക്കപ്പെട്ട ഫ്ലാറ്റ് ഹോളി ഫെയ്ത്ത് H2O. 2020 ജനുവരി 11 കേരളത്തിലെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡിജിറ്റൽ സർവകലാശാലയെ പ്രഖ്യാപിക്കുന്നത്? IIMTMK. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന IIMTMK എന്ന സ്ഥാപനത്താണ് ഡിജിറ്റൽ സർവകലാശാലയായി മാറുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്നതാണ് സർവകലാശാലയുടെ പുതിയ പേര്. പൗരത്വ നിയമം റദ്ദാക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ഭരണഘടന 131 അനുച്ഛേദ പ്രകാരമാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സ്യൂട്ട് ചെയ്തത്. ഭരണഘടനയുടെ 131 ആർട്ടിക്കിൾ പ്രകാരം. ഇന്ത്യൻ ആർമി ദിന പരേഡിൽ സൈന്യത്തെ നയിക്കുന്ന ആദ്യ വനിതാ ആർമി ഓഫീസർ ക്യാപ്റ്റൻ താനിയ ഷെർഗിൽ.
2019 റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷ സൈനികർ ഉൾപ്പെടുന്ന സംഘത്തെ നയിച്ചത് ഭാവന കസ്തൂരി എന്ന ആർമി ഓഫീസറായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി H9N2 വൈറസ് ബാധ സ്ഥിരീകരിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 1998 ഹോങ്കോങ്ങിലാണ് ആദ്യമായി മനുഷ്യരിൽ ഇത് കണ്ടെത്തുന്നത്. ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന പേരിലും H9N2 വൈറസ് അറിയപ്പെടുന്നു. ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ 2020 ലഭിച്ച വ്യക്തി കിരൺ മജുംദാർ ഷാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോകോണിന്റെ സ്ഥാപകയാണ് കിരൺ മജുംദാർ ഷാ. QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് ആദ്യമായി ഉപയോഗിക്കുന്ന തിരഞ്ഞെടുപ്പ് ഡൽഹി. മോഹൻ ബഗാൻ ഫുട്ബോൾ ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏത് ടീമിലാണ് ലയിച്ചത്? അത്ലറ്റിക്കോ കൊൽക്കത്ത ATK. 2019 സരസ്വതി സമ്മാൻ പുരസ്കാരം കരസ്ഥമാക്കിയത് വാസുദേവ് മോഹി. വാസുദേവ് മോഹിയുടെ ചെക്ക് ബുക്ക് എന്ന കൃതിക്കാണ് 2019 സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. 15 ലക്ഷം രൂപയാണ് സമ്മാനം. KK ബിർള ഫൗണ്ടേഷനാണ് സരസ്വതി സമ്മാനത്തിന് 15 ലക്ഷം രൂപ നൽകുന്നത്. സരസ്വതി സമ്മാനം ഏർപ്പെടുത്തിയതും 2018 പുരസ്കാരം K ശിവറെഡ്ഡി. 2020 സംസ്ഥാന സർക്കാരിൻ്റെ നിശാഗന്ധി പുരസ്കാരം നേടിയത് ഡോക്ടർ CV ചന്ദ്രശേഖർ. ഇപ്പോൾ കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് രാജ്യത്തെ മികച്ച ക്ലാസിക്കൽ നൃത്ത സംഗീത പ്രതിഭകൾക്കായി 2013 ഏർപ്പെടുത്തിയാണ് നിശാഗന്ധി പുരസ്കാരം. ഭരതനാട്യ പണ്ഡിതനായ CV ചന്ദ്രശേഖരനാണ് ലഭിച്ചത്. 1.5 ലക്ഷം രൂപയാണ് നിശാഗന്ധി പുരസ്കാരത്തിന് നൽകുന്ന അവാർഡ്. റഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി മിഖെയിൽ മിഷുസ്തിൻ. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി കേരള പോലീസ് അടുത്തിടെ ആരംഭിച്ച പദ്ധതി മാലാഖ. 2020 തോപ്പിൽ രവി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? രാജീവ് കുമാർ. 2020 തോപ്പിൽ രവി സാഹിത്യ പുരസ്കാരം രാജീവ് കുമാർ. ഇൻസുലിൻ എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത്. 2018-19 GV രാജ പുരസ്കാരം നേടിയത് മുഹമ്മദ് അനസ് ആൻഡ് തുളസി. ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കരസ്ഥമാക്കി. ലോകത്തിൽ ആകെ അവശേഷിക്കുന്ന വോളമായി പൈൻമരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയ. ദിനോസർ മരം എന്നറിയപ്പെടുന്ന വോളമായി പൈൻമരങ്ങളാണ്. ഏകദേശം 200 എണ്ണം അവശേഷിക്കുന്നുള്ളൂ. 2020 തോപ്പിൽ രവി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? രാജീവ് കുമാർ. ഇൻസുലിൻ എന്ന കൃതിക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കായിക മാതൃക ഗ്രാമങ്ങൾ നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ബഹദൂർപൂർ, കേരി, ഖേരി, വിരാൻ എന്നിവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കായിക മാതൃകാ ഗ്രാമങ്ങൾ. ഓസ്കാറിൻ്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് സാഗ് അവാർഡ്. സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അവാർഡ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. സുപ്രീം കോടതിയുടെ റോഡ് സേഫ്റ്റി കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഭയ് മനോഹർ സാപ്രെ. ഇന്ത്യയിൽ 3 തലസ്ഥാനങ്ങളുള്ള ഏക സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. വിശാഖപട്ടണം, അമരാവതി, കുർണൂൽ സംസ്ഥാനങ്ങൾ
എന്നിവയാണ് തലസ്ഥാനങ്ങൾ. നിയമനിർമ്മാണ സഭ അമരാവതിയിലും എന്ന് പറഞ്ഞാൽ ആൻഡ് സെക്രട്ടേറിയറ്റ് വിശാഖപട്ടണത്തും ഹൈക്കോടതി അല്ലെങ്കിൽ അത് തന്നെ കുർണൂലിലുമാണ്. ലോക ജനാധിപത്യ സൂചി ഒന്നാമത്തെ രാജ്യം നോർവേ. ഇന്ത്യ 41 നിന്നും 51 തള്ളപ്പെട്ടു. ദ എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റാണ് പട്ടിക തയ്യാറാക്കിയത്. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് കിരീടം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഹരിയാന 2ാം സ്ഥാനം. കേരളം അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. സംസ്ഥാനത്ത് ആദ്യമായി പൊതു റോഡിനോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ട സൈക്കിൾ ട്രാക്ക് നിലവിൽ വരുന്നത് കോഴിക്കോട്. (2020) ദേശീയ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി കേരളം. കൊല്ലത്ത് വെച്ചാണ് നടന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന ഹാഷ്ടാഗിൻ്റെ ഉപജ്ഞാതാവ് ക്രിസ് മെസ്സിന. US സ്വദേശി ക്രിസ് മെസ്സി 2007 ഓഗസ്റ്റിലാണ് ട്വിറ്ററിൽ ഹാഷ്ടാഗ് ഉപയോഗിച്ചത്. ഇന്ത്യയുടെ പുതിയ ജനറൽ സർവേയർ ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ ജനറൽ സർവേയർ ഓഫ് ഇന്ത്യ ഗിരീഷ് കുമാർ അല്ല, 2020 തോമറാണെന്ന് തോന്നുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ 5 ലക്ഷം റൺസ് അയക്കുന്ന ആദ്യ ടീം ഇംഗ്ലണ്ട്. ടെസ്റ്റ് മത്സരങ്ങളിൽ ആണ് ഇംഗ്ലണ്ട് 5 ലക്ഷം നേടിയത്. രണ്ടാമത് ഓസ്ട്രേലിയയാണ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? മീററ്റ്. 2020 ലോക സാമ്പത്തിക ഫോറം ക്രിസ്റ്റൽ അവാർഡ് നേടിയ ഇന്ത്യൻ വനിത. വേൾഡ് എക്കണോമിക് ഫോറം. ദീപിക പദുക്കോൺ. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിച്ചതിനാണ് അവാർഡ്. ഉറങ്ങാത്ത നഗരം എന്ന പദം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ നഗരം മുംബൈ. 24 മണിക്കൂർ കടകളും മറ്റും തുറന്നിടുക. 2020 തോപ്പിൽ രവി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? രാജീവ് കുമാർ. ഇൻസുലിൻ എന്ന കഥാസമാഹാരത്തിന്. ISROയുടെ ഗഗൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട്. വ്യോമമിത്ര. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സയൻറ്റിസ്റ്റാണ് വ്യോമമിത്ര ഡിസൈൻ ചെയ്തത്. മികച്ച ഗാനത്തിനുൾപ്പെടെ 2020 5 ഗ്രാമി അവാർഡുകൾ കരസ്ഥമാക്കിയത് ബില്ലി എല്ലീഷ്. 2020 ജനുവരി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച രാജ്യം ചൈന. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് മരിച്ച ബ്ലാക്ക് മംബ എന്നറിയപ്പെടുന്ന ബാസ്കറ്റ്ബോൾ ഇതിഹാസം കോബി ബ്രയൻറ്റ്. 2020 VKN പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സക്കറിയ. 50,000 രൂപയാണ് VKN പ്രൈസ്. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ക്ലിനിക്ക് നിലവിൽ വരാൻ പോകുന്നത് ഭോപ്പാൽ. (2019) വാക്കായ ഓക്സ്ഫോർഡ് ഹിന്ദി എഡിഷൻ തിരഞ്ഞെടുത്തത് സംവിധാൻ.
ഓക്സ്ഫോർഡ് ഹിന്ദി എഡിഷൻ തിരഞ്ഞെടുത്തത്? അപ്പോൾ ഹിന്ദിയിലെ വാക്ക് സംവിധാൻ. നാനോ ടെക്നോളജിയുടെ മികവിന് 2020 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ? ഡോക്ടർ ടി പ്രദീപ്. യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകുന്ന യൂണിയനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം? 27. 2020 ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ അവാർഡ് നേടിയത്? സഞ്ജന കപൂർ. ബോളിവുഡ് ഇതിഹാസം ശശി കപൂറിൻ്റെ മകളാണ് സഞ്ജന കപൂർ. ഇന്ത്യയിൽ മൂന്നാമത്തെ സ്വകാര്യ ട്രെയിൻ ഓടുന്ന പാതയാണ് ഇൻഡോർ വാരണാസിയാണെന്ന് തോന്നുന്നു. ഇൻഡോർ വാരണാസി. ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ തേജസ് എക്സ്പ്രസ് ഡൽഹി ടു ലക്നൗ ആയിരുന്നു. രണ്ടാമത്തെ സ്വകാര്യ ട്രെയിൻ തേജസ് എക്സ്പ്രസ് തന്നെ മുംബൈ ടു അഹമ്മദാബാദ് ആയിരുന്നു. മൂന്നാമത്തത് തേജസ് വിഭാഗത്തിൽപ്പെടുന്നതല്ല ഇത് ഇൻഡോർ വാരണാസിയാണ്. വാഹനാപകടം നടന്ന ആദ്യ 48 മണിക്കൂർ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുന്ന പദ്ധതിയാണ് ഗോൾഡൻ അവർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ₹50,000 കൂടാതെ ചികിത്സാ ചെലവുകളാണ് 48 മണിക്കൂറിനുള്ളിലുള്ള ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിർത്തലാക്കാനുള്ള പ്രമേയം അടുത്തിടെ പാസാക്കി സംസ്ഥാന മന്ത്രിസഭ. ആന്ധ്രാപ്രദേശ്. രഞ്ജി ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടിയ ആദ്യ ക്രിക്കറ്റ് താരം? രവി യാദവ്. പരിസ്ഥിതിയിൽ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ടൈലർ പുരസ്കാരം 2020 നേടിയ ഇന്ത്യക്കാരൻ? പവൻ സുഖ്ദേവ്. സ്വർണ്ണ മെഡലും $2 ലക്ഷം ഇതിൻ്റെ സമ്മാനം. ജീവസേന ഗ്രേറ്റ് ചെണ്ടൈരിയൻ പുരസ്കാരത്തിന് അർഹനായി. ഖത്തറിൻ്റെ പുതിയ പ്രധാനമന്ത്രി? ഖത്തർ. ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ താനി. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച സംസ്ഥാനം? ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായി കൻഹ ശാന്തിവനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹൈദരാബാദ്. കൻഹ ശാന്തിവനം ഹൈദരാബാദ്. ഹാർട്ട്ഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ശ്രീരാം ചന്ദ്ര മിഷനും ചേർന്നാണ് 2020 ജനുവരി മാസം തുറന്നത്. ഇന്ത്യയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം തന്നെയാണ്. 2020 സമതയുടെ ജൈവകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അന്നമ്മ ദേവസി. സമതയുടെ ജൈവകീർത്തി പുരസ്കാരം ലഭിച്ചത് അന്നമ്മ ദേവസി. ഏത് രാജ്യമായി ഇന്ത്യ നടത്തുന്ന ഉന്നതതല ചർച്ചയാണ് ഗംഗ വോൾഗ ഡയലോഗ്? റഷ്യ. റഷ്യയിലെ ഏറ്റവും വലിയ ദേശീയ നദിയാണ് വോൾഗ.
ഏറ്റവും വലിയ നദിയാണ് വോൾഗ. 2019 വാക്കായി ഓക്സ്ഫോർഡ് ഹിന്ദി എഡിഷൻ തിരഞ്ഞെടുത്തത് സംവിധാൻ. ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ വാലി ഏത് രാജ്യത്തെ ദുരന്ത നിവാരണമായിരുന്നു? മഡഗാസ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ദ്വീപാണ് മഡഗാസ്കർ. മഡഗാസ്കറിൽ അടിച്ച കാറ്റാണ് ഡയാൻ. ഓപ്പറേഷൻ വാനില. 2020 വേൾഡ് ഗെയിംസ് അത്ലറ്റിക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് റാണി രാംപാൽ. പരിസ്ഥിതിയിലെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ടേലർ പുരസ്കാരം 2020 നേടിയ ഇന്ത്യക്കാരനാണ് പവൻ സുഖ്ദേവ്. ഹരിത സമ്പദ് വ്യവസ്ഥ എന്ന പഠനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. (2019) വാക്കായി ഓക്സ്ഫോർഡ് ഹിന്ദി എഡിഷൻ തിരഞ്ഞെടുത്തത് സംവിധാൻ. പരിസ്ഥിതിയിലെ നോബൽ പുരസ്കാരം ടൈലർ പുരസ്കാരം 2020 നേടിയ ഇന്ത്യക്കാരൻ. പരിസ്ഥിതിയിലെ നോബൽ പുരസ്കാരം ടൈലർ പുരസ്കാരം 2020 നേടിയ ഇന്ത്യക്കാരൻ പവൻ സുഖ്ദേവ്. $2,00,000 സമ്മാനം. 2020 സമതല ജൈവകീർത്തി പുരസ്കാരം ലഭിച്ചത് അന്നമ ദേവസി. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രം കൻഹ ശാന്തിവനം നിലവരുന്നത് ഹൈദരാബാദ്. ഹാർട്ട്ഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ശ്രീരാം ചന്ദ്ര മിഷനും കൂടി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രമായ കൻഹ ശാന്തിവനം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. (2020) സമതല ജൈവകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഫെബ്രുവരിയുടെ GK ഉണ്ട്.